ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സുജന. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഒരുപാട് റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, കസിൻസ് ആയിക്കോട്ടെ, എല്ലാവരും എന്നോട് ചെയ്യാൻ പറഞ്ഞൊരു വീഡിയോ ആണ്. ഒരു വർക്കിംഗ് ഡേ വീഡിയോ, വർക്ക് പ്ലേസൊക്കെ കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പം ഞാൻ അതിന് മുമ്പ് തന്നെ ഞാൻ അവിടുത്തെ കാര്യങ്ങളും എല്ലാം ഒരു വീഡിയോയ്ക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇൻട്രോഡക്ഷനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതാണ്. അപ്പം നമ്മൾക്ക് വീഡിയോ കാണുന്നതിന് മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നമ്മളുടെ ഈ വീഡിയോയിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ, വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ് പോലെ പ്രത്യേകിച്ച് രാവിലത്തെ കാര്യങ്ങൾ അങ്ങനെയൊന്നും കാണിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് പോകുന്നതും അവിടെയുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഫുള്ളായി കാണാൻ ശ്രമിക്കുക. ഓക്കെ. ഞാൻ വർക്കിന് പോണത് ബസ്സിലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് 2 ബസ്സാണ് കയറേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ബസ് ഞാൻ മൈതാനത്തേക്കാണ് കേട്ടോ കയറിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മൈതാനം എത്താറായിട്ടുണ്ട്. ബസ്സിൽ അനിയത്തിയും കൂടെ ഉണ്ട് കേട്ടോ. എൻ്റെ സ്വന്തം അനിയത്തിയാണ്. അപ്പോൾ അവൾ കാണാതെ ഞാനൊരു വീഡിയോ എടുത്തു. അവളുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ബസ്സിൽ. അപ്പോൾ അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിന് ശേഷം മൈതാനം ഇറങ്ങിയിട്ട് അടുത്ത ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്തു. അതിന് ശേഷം വേറെ ബസ് കയറി സ്റ്റോപ്പെത്തി ഞാൻ അവിടെ ഇറങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ ഓഫീസിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ. ഞാൻ ഓഫീസിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. അതിന് ശേഷം നമ്മളുടെ ഓഫീസ്, ഇതാണ് നമ്മളുടെ ഓഫീസ്. അപ്പോൾ ഞാനിരിക്കുന്ന പ്ലേസ് ഇതാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ബാഗ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ ഇരുന്നിട്ടാണ് വർക്ക് ചെയ്യാറ്. അവിടെ ഓണർ കേട്ടോ, അവിടെ ഓണർ ഇരുന്ന് വർക്ക് ചെയ്യാറുണ്ട്. ഇത് പിന്നെ കസ്റ്റമേഴ്സ് വന്നാൽ അവർക്ക് ഇരിക്കാനുള്ളൊരു പ്ലേസാണ്. അതിനുശേഷം ഈ ഒരു വീഡിയോ എനിക്ക് എൻ്റെ ഫ്രണ്ട് എടുത്തു തന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവ എടുത്തു തന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത് ട്രാക്ക് വിഷൻ, അതായത് വീൽ അലൈൻമെൻ്റ് ഒക്കെ ചെയ്യണ ഒരു പ്ലേസാണ്. പിന്നെ റൈറ്റ് സൈഡ് നമ്മുടെ ഓഫീസ് റൂം. അതിനുശേഷം ഇതൊക്കെ നമ്മൾ മെക്കാനിക് വർക്ക് ചെയ്യണ പ്ലേസാണ് കേട്ടോ. ഇവിടെ ഇട്ടിട്ടാണ് നമ്മൾ കാറുകൾ മെക്കാനിക് വർക്ക് ചെയ്യേണ്ടത്, അതായത് സർവീസ്, ഓയിൽ സർവീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അവിടെയാണ്. ഇത് പിന്നെ വാഷിങ്ങിൻ്റെ ഒരു പ്ലേസാണ്. അത് കഴിഞ്ഞ് നമ്മൾ വാഷിങ് കഴിഞ്ഞ് നേരെ വരുന്നത് ഈ പെയിൻറ്റിങ് വർക്ക് നടക്കുന്നിടയ്ക്കാണ് കേട്ടോ. ഇതാണ് പെയിൻറ്റിങ് വർക്ക് ചെയ്യുന്ന സ്ഥലം. ഇത് വന്നിട്ട് നമ്മൾ ബോഡി ഷോപ്പ് വർക്കുകളൊക്കെ ചെയ്യുന്ന ആ ഒരു പ്ലേസാണ്. അപ്പോൾ അവിടെ ഞാനാണ് കേട്ടോ സംസാരിച്ച് നിൽക്കുന്നത്. അപ്പോൾ അവൻ വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങളവിടെ ഓരോന്ന് സംസാരിച്ച് നിൽക്കുകയായിരുന്നു. ഇതത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമ്മൾക്ക് ഈ സൈഡിൽ കൂടെ ഇതിലേക്ക് പോകാം, അതായത് ബോഡി ഷോപ്പും പെയിൻറ്റിങ് വർക്കൊക്കെ നടക്കുന്നിടയ്ക്ക് നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇവിടെ അവർ സംസാരിച്ചിരിക്കുന്നുണ്ട്. ഫ്രീ ടൈമിൽ അവർ പോയിരിക്കുന്ന ഒരു പ്ലേസാണ്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതൊക്കെ അവിടെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതാണ്. അപ്പോൾ നമ്മളുടെ ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ബോഡി ഷോപ്പ്, പെയിൻറ്റിങ്, വാഷിങ് നടക്കുന്ന ഒരു പ്ലേസാണ് ഇത്. അപ്പോൾ ഇതാണ് നമ്മളുടെ വർക്ക്ഷോപ്പ്. നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ പേര് കാർ വിഷൻ എന്നാണ് കേട്ടോ. അതിന് ശേഷം ഇതാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ കറക്റ്റ് ഫ്രണ്ടിലായിട്ട് പ്രസന്നലക്ഷ്മി കല്യാണ മണ്ഡപം ഉണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ പേർക്കും കല്യാണ മണ്ഡപം അറിയുമെന്ന് വിചാരിക്കുന്നു, പാലക്കാടുള്ളവർക്ക് കേട്ടോ. പിന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ എന്നിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ നോക്കിയതാണ് കേട്ടോ. അതിന് ശേഷം ഇതിന് മുമ്പ് എടുത്തൊരു വീഡിയോ ആണ്. ഞാൻ വർക്ക് ചെയ്യണത് ജസ്റ്റ് ഒന്ന് വെറുതെ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്ന വീഡിയോ ആണ് കേട്ടോ. അന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് വീഡിയോ എടുത്ത് വെച്ചു. അപ്പോൾ അതാണ് കാണുന്നത്. അപ്പം ഞാൻ ബില്ലടിക്കുകയാണ് കേട്ടോ, പർച്ചേസ് ബില്ലടിക്കുകയാണ്. അപ്പോൾ ഇതാ ഒരാൾ വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഫ്രീ ആയിരിക്കുമ്പോൾ അങ്ങനെ വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ കൈ കഴുകുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് ചിരിച്ചിട്ട് പോകണം കേട്ടോ. അവർക്കൊക്കെ ഭയങ്കര കോമഡിയാണ് ഞാൻ വീഡിയോ എടുക്കണ കാണുന്നത്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് അറിയാണ്ട് വരികയാണ് കേട്ടോ. പിന്നെ വീഡിയോ എന്ന് പറഞ്ഞു എടുക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അവർക്കൊക്കെ നാണമാണ് ഗൈസ് വീഡിയോ എടുക്കുന്നതിന്. അപ്പോൾ ഇവർ 2 പേരും ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. എന്താ ഫോൺ പിടിച്ച് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഇവരെ നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ
പിന്നെ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കണം യൂട്യൂബിൽ ഇടാനാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനൊരു ഹായ് പറയുന്നൊക്കെ പറഞ്ഞപ്പോൾ ഏട്ടൻ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സുജിത്ത് ഏട്ടൻ. ഏട്ടൻ്റെ അടുത്ത് ഞാൻ അതുപോലെ ഹായ് പറയില്ല എന്ന് പറഞ്ഞു ഗൈസ്. എന്നെ ചതിച്ചു. കാര്യമില്ല, നമ്മളതൊന്നും കാര്യമായി എടുക്കാൻ പാടില്ല. അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോ എടുത്ത ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ പോവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ അജു. അപ്പോൾ അവൻ പറയണ ഓണേഴ്സിനെയൊക്കെ വീഡിയോ എടുക്കുക, അവനെയൊക്കെ കാണിക്കണം എന്ന്. അതിനൊന്ന് ആക്കിയതാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ നേരെ പോകുന്നത് നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാണ്. ഇതാണ് നമ്മുടെ ഈ മാങ്ങമരം. അപ്പോൾ ഇതിൽ കുറച്ച് മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ വലിച്ച് കഴിക്കാറുണ്ട്. ഇതാണ് ആ പൂക്ക. അതൊക്കെയാണ് കേട്ടോ വാഷിങ് ചെയ്യണത്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ഫസ്റ്റ് എത്തുന്നത് ഞാനും അരുണേട്ടനുമാണ് കേട്ടോ. അപ്പം ഭക്ഷണ കാര്യത്തിൽ മുമ്പിൽ നിൽക്കുന്നത് ഞങ്ങളാണ്. കാരണം ഞങ്ങൾ 1 മണിയിൽ നിന്ന് കറക്റ്റ് 1 മണിയായ വേഗം ഇറങ്ങും. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ വരും. അവനും വരും കേട്ടോ. ചില സമയത്ത് അവൻ 12:45 വിശക്കണമെന്ന് പറഞ്ഞ് എന്നെ അങ്ങനെ വന്ന് ജനാല വഴി വിളിക്കും. അപ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞൊരു ഞാൻ 12:55 ആകുമ്പോൾ ഇറങ്ങാറൊക്കെ ഉണ്ട് കേട്ടോ. ചില സമയത്ത് ഇവർ വന്ന് വിളിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ഇറങ്ങാറുണ്ട്. പിന്നെ ഇങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കഴിച്ച് പകുതി ആകുമ്പോഴാണ് ഇവരൊക്കെ വരാറ്. അപ്പോൾ അങ്ങനെ സംസാരിച്ച് കഴിക്കണം കേട്ടോ. പിന്നെ ഞങ്ങളുടെ ജനുവരി 1 ഞങ്ങളുടെ കാർ വിഷനിലെ 7th ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ കേക്ക് കട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ കേക്ക് കട്ട് ചെയ്ത 3 പേരാണ് കേട്ടോ ഓണേഴ്സ്. അപ്പോൾ കേക്ക് കട്ട് ചെയ്ത് വൈകുന്നേരമാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹലോ, അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പം ഈ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ആരെയും അങ്ങനെ പരിചയപ്പെടുത്തിയിട്ടോ അങ്ങനെയൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ ഷോപ്പ് മാത്രം ഒന്ന് കാണിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്യുന്നത് മാത്രമേ കാണിച്ചുള്ളൂ. കാരണം നമ്മളുടെ ജോലി അവിടെയുള്ള കാര്യങ്ങൾ നമ്മൾ ജോലി ചെയ്യുന്നതും അവിടെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഇടാൻ പറ്റുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അപ്പം നമുക്ക് ഷോപ്പ് കാണിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷെ കമ്പനി കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യണത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഓണേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആ കാര്യങ്ങളും ഞാൻ ഇപ്പോൾ ബില്ല് പർച്ചേസ് ബില്ലും സെയിൽസ് ബില്ലും അടിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഞാൻ പോകും, രാവിലെ പോയി എൻ്റെ ജോലികൾ എന്താണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഞാൻ രാവിലെ ഫസ്റ്റ് പോയ അറ്റൻഡൻസ് എടുക്കാറുണ്ട്. പിന്നെ ക്യാഷിൻ്റെ കാര്യങ്ങൾ ക്യാഷ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാറുണ്ട്. പിന്നെ ഡെയിലി എക്സ്പെൻസും ഇൻകവും നോട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഫസ്റ്റ് ചെയ്യാറ്. പിന്നെ നമ്മൾ എന്തെങ്കിലും പാർട്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബില്ല് പർച്ചേസിൽ കയറ്റുകയും അത് സെയിൽ ചെയ്യുമ്പോൾ സെയിൽസിലേക്ക് കൊടുക്കുകയാണ് ചെയ്യാറ്. ഞാൻ ഈ ജോലിയാണ് ഞാൻ അവിടെ ചെയ്യാറ്. പിന്നെ നമ്മൾ കാറ് വർക്ക് ചെയ്യുന്ന അതായത് വർക്ക്ഷോപ്പിലേക്ക് കാറ് റിപ്പയറിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ബില്ല് പ്രിപ്പയർ ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.